നമസ്കാരം. വളച്ചുകെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നീതി നിഷേധങ്ങളും അവഹേളനങ്ങളും അനുഭവിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സമുദായമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മാറുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് നീതി നിഷേധങ്ങൾ, ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഒപ്പം തന്നെ അവഹേളനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നേരിടേണ്ടതായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതുപോലെ ക്രൈസ്തവ ജീവനക്കാർ വരുമാന നികുതി കൊടുക്കുന്നില്ല എന്ന ഒരു വ്യാജ പരാതി കോഴിക്കോടുകാരനായ അബ്ദുൽ കലാം ഉന്നയിച്ചതിന് പിന്നാലെ അതിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം, അതും ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തുള്ളവർ തന്നെയാണ് ആ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പിന്നീട് വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതുമൂലം ആ ഉത്തരവ് പിൻവലിക്കേണ്ടതായി വന്നു. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഹേളനങ്ങൾ, നീതി നിഷേധവുമായി ബന്ധപ്പെട്ട് ഈ സമീപകാല ചരിത്രത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ആരാണ് ഈ ദുരവസ്ഥയ്ക്ക് ഉത്തരവാദികൾ? എന്താണ് ഇതിനൊരു പരിഹാരമാർഗം? ഈ വിഷയങ്ങളിൽ വളച്ചുകെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് താമരശ്ശേരി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ, ഒപ്പം തന്നെ സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഫാദർ സെബിൻ തുമ്മുളിലാണ്. ഫാദർ സെബിൻ തുമ്മുളിൽ, ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ സെബിൻ തുമ്മുളിൽ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യമായിട്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് വളരെ നാളുകളായി ഈ സമീപകാല ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം ഒരു കൊടിയ നീതി നിഷേധങ്ങൾക്ക്, വലിയ രീതിയിലുള്ള അവഹേളനങ്ങൾക്ക് ക്രൈസ്തവ സമുദായം വിധേയമാകേണ്ടി വരുന്നത്? അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു, സാംസ്കാരിക നായകന്മാരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു, കലാ മാധ്യമ മേഖലകളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായിട്ടുള്ള ഒരു ആക്രമണത്തിന്, വെല്ലുവിളികൾക്ക്, ഒരു പ്രതിസന്ധികൾക്ക് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമുദായം ഇരയാക്കപ്പെടുന്നത്? എന്തുകൊണ്ട് ഈ ഒരു ദുരവസ്ഥ ഈ സമീപകാല ചരിത്രത്തിൽ ക്രൈസ്തവ സമുദായത്തിന് നേരിടേണ്ടി വരുന്നു? ഫാദർ സെബിൻ തുമ്മുളിൽ. അതിൽ കാരണങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ജനസംഖ്യയിൽ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത്, അത് ജനങ്ങളുടെ ആധിപത്യമാണ്. പക്ഷെ ജനാധിപത്യത്തിൻ്റെ ഒരു അപകടം, ഏതെങ്കിലും മത, വർഗ, വർണ്ണ, ജാതി വിഭാഗങ്ങൾ ആര് ജയിക്കണം എന്നുള്ളതിന് നിർണായക ഘടകമായിട്ട് തീരത്തക്ക രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് തീർന്നാൽ അത് ജനാധിപത്യത്തിന് പകരം മതാധിപത്യമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകരമായിട്ടുള്ള അവസ്ഥയോ ഉണ്ടാക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയം എടുത്താലും സംസ്ഥാന രാഷ്ട്രീയം എടുത്താലും ഈ ഒരു അപകടം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് ന്യൂനപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനസംഖ്യാപരമായി നമ്മൾ ഒരു വോട്ട് ബാങ്ക് അല്ലാതായി തീർന്നിരിക്കുന്നു എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ പരോക്ഷമായിട്ടെങ്കിലും വിചാരിച്ച് തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തെ പാടെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത ഇന്ന് രാഷ്ട്രീയക്കാർക്കിടയിൽ, അത് ഈ കഴിഞ്ഞ കാലം അത്രയും ക്രൈസ്തവ സമൂഹം ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ അതിശക്തമാണ് എന്ന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജനസംഖ്യയാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമതൊരു കാര്യം, ജനസംഖ്യ അത്രമേൽ ശുഷ്കമായിട്ടുണ്ടോ? ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ നമ്മൾ നിലവിൽ ഒരു 17% ഉണ്ട്. 17% കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് ഏകീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഒരു സാമുദായിക ചിന്ത ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സാമുദായിക ചിന്ത ഇല്ലാത്തവരായത്?
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാമുദായിക വിഷയങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംവിധാനം നമുക്കില്ലാതെ പോയി. ആരാണ് നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഞങ്ങൾ വൈദികരും അഭിമന്യ പിതാക്കന്മാരും അടങ്ങുന്ന സഭയുടെ ഒരു ഹയറാർക്കിക്കൽ സംവിധാനമാണ്. ഈ ഹയറാർക്കിക്കൽ സംവിധാനം അടിസ്ഥാനപരമായി ഈ സമൂഹത്തിൻ്റെ ആത്മീയ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. ഒരുപാട് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ പൗരോഹിത്യ സംവിധാനം ഇടപെടാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ഒരു സാമുദായിക ചിന്ത നമുക്ക് ഇല്ലാതെ പോയതുകൊണ്ട് സഭാമക്കളുടെ രാഷ്ട്രീയം എന്തായിരിക്കണം, സഭാമക്കളുടെ സാമൂഹിക ഇടപെടലിൽ എത്രമാത്രം കൃത്യത കൊണ്ടുവരേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പഠനങ്ങൾ കഴിഞ്ഞ ഒരു 20 വർഷക്കാലം നമുക്ക് നടത്താൻ കഴിയാതെ പോയതിൻ്റെ ചില പരാജയം നമ്മൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രതിസന്ധികളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, വിജയത്തിലേക്ക് എത്തിക്കുന്നത് പ്രതിസന്ധികളാണ്. സഭ എന്നും ശക്തി പ്രാപിച്ചിട്ടുള്ളത് പ്രതിസന്ധികൾ വന്നപ്പോഴാണ്. ഇന്ന് ഇതിനൊരു മാറ്റം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് സഭ എന്ന കാഴ്ചപ്പാടിനോടൊപ്പം സമുദായം എന്നൊരു കാഴ്ചപ്പാട് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാമുദായികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാമക്കളുടെ രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിലുള്ള ഇടപെടലാണ് എന്ന് സഭാമക്കൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്തുണ നൽകുന്ന തരത്തിൽ ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ, സമുദായ സംഘടനകൾ ശക്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാലം നമുക്ക് ഈ സാമുദായിക അവബോധവും സാമുദായിക സംഘടിതത്വവും ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മളെ പലപ്പോഴും അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇതിനോട് ചേർത്ത് ഒരു കാര്യവും കൂടി പറയേണ്ടത് നമ്മളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. നമ്മുടെ സമുദായത്തിനാകമാനം ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ? ഇക്കാലം അത്രയും ഇല്ലായിരുന്നു. നമ്മുടെ ഇടയിൽ അന്ധമായിട്ടുള്ള കോൺഗ്രസ് പക്ഷക്കാരുണ്ട്, അന്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷക്കാരുണ്ട്, അന്ധമായിട്ടുള്ള BJP പക്ഷക്കാരുണ്ട്. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയക്കാർ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോൾ അവരൊരിക്കൽ പോലും സമുദായത്തിൻ്റെ ആളുകളായി എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് വർഗീയതയാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മളുടെ സമുദായ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ അതിശക്തമായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് രാഷ്ട്രീയമായി കൈക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് 3 പ്രധാനമായിട്ട് നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ്. അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഒരു മുഖ്യധാരയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയുടെ ഒരു തലപ്പത്തുള്ളവർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ പലപ്പോഴും അവർ ഉന്നയിക്കുന്ന ഒരു ആശങ്കയുണ്ട്. ഈ സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ക്രൈസ്തവ സമുദായ അംഗമാണ് എന്ന ഒരു അഭിമാനത്തോടു കൂടി ഒന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇടപെടൽ പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞാൽ ഒരു വേണ്ടത്ര ഒരു പിന്തുണ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു പരിഭവം പലരും ഉന്നയിക്കുന്നുണ്ട്. ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി ശബ്ദിച്ചു കഴിഞ്ഞാൽ, ക്രൈസ്തവ സമുദായത്തിൻ്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തി കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പൊളിറ്റിക്കൽ ഭാവി ഇല്ലാതാകുമോ എന്നൊരു ഭയം പലരെയും ഗ്രസിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് പലരും പ്രേരിപ്പിക്കപ്പെടുന്നത്? ഫാദർ സെബിൻ തൂമുളിൽ. പല വേദികളിലും പ്രാദേശികമായി ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അവരുടെ ചോദ്യം ന്യായമാണ്. എന്താണ് സമുദായ അംഗങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും പലയിടങ്ങളിലും സമുദായ അംഗങ്ങൾ സ്വന്തം സമുദായത്തിലെ ഒരു വ്യക്തിയാണ് മത്സരിക്കുന്നത് എന്നത് കണ്ട് അവരെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം എന്താണ്? സാമുദായികമായിട്ടുള്ള ചിന്ത ഈ കാലം അത്രയും
നമ്മളുടെ സമുദായ അംഗങ്ങൾക്കില്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു പരിഹാരം, അതിനൊരു മാറ്റമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തലശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ സമ്മേളനം, അതുപോലെ ചങ്ങനാശ്ശേരി രൂപതയിൽ നടത്തിയിട്ടുള്ള സമ്മേളനം, അവിടെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയുടെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ആ നിലപാട്? ആ നിലപാടെന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ ചായ്വ് ഇനി അങ്ങോട്ടേക്ക് സമുദായത്തിനുണ്ടാകില്ല എന്നുള്ളതാണ്. മറിച്ച് ആരാണോ സമുദായത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അവർക്കാണ് സമുദായത്തിൻ്റെ പിന്തുണ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇനി അങ്ങോട്ട് സുറിയാനി ക്രിസ്ത്യാനികളുടെ, സീറോ മലബാർ സമുദായ അംഗങ്ങളുടെ, ഇവിടെയുള്ള ക്രൈസ്തവ സമുദായത്തിൻ്റെ ആകമാനം രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നുള്ളത് വ്യക്തമാക്കുക വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഒരു കാര്യം, നമ്മളുടെ രാഷ്ട്രീയക്കാർ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ എത്ര കണ്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. അതവരെ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കാത്തത് ഒരു പക്ഷേ സമുദായം ഇക്കാലം അത്രയും എന്ത് പിന്തുണ ഞങ്ങൾക്ക് നൽകി എന്നുള്ള ചോദ്യമായിരിക്കാം. പക്ഷെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം, സമുദായ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയക്കാർ സമുദായ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അവരത് പഠിക്കുമ്പോഴാണ് സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അനീതികൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാലം എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നമ്മളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാറേണ്ടത് എന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ രാഷ്ട്രീയക്കാരും സമുദായ അംഗങ്ങളും തയ്യാറാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരാതികളല്ല വേണ്ടത്, മറിച്ച് പരിഹാര മാർഗങ്ങളാണ്. അതൊരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നതാണ് എൻ്റെ പക്ഷം. അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാമിന്റെ ആദ്യ 2 ചോദ്യങ്ങൾക്കും അച്ഛൻ ഉത്തരം കൃത്യമായി തന്നെ പറഞ്ഞു. അതിൽ വ്യക്തമാണ്, പുറമേ നിന്നും വലിയ രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ, വെല്ലുവിളികൾ ക്രൈസ്തവ സമുദായത്തിന് നേരിടേണ്ടതായി വരുന്നുണ്ട്. പക്ഷേ ഒരു സ്വയം വിമർശനപരമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ദുരവസ്ഥയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയില്ലേ? അതായത് സമുദായത്തിന്റെ ഒരു നിസ്സംഗതാവസ്ഥ, അല്ലെങ്കിൽ ഒരു നിസ്സംഗത മനോഭാവം, സമുദായ അംഗങ്ങളുടെ സമുദായ ബോധത്തെ സംബന്ധിച്ചുള്ള ഒരു അലസ മനോഭാവം. ഞാനിത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, പലപ്പോഴും വലിയ രീതിയിൽ സമുദായ നേതൃത്വവും സഭാ നേതൃത്വവും ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക. നമ്മൾ ക്രൈസ്തവ സമുദായത്തിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ആർക്കൊക്കെ ഈ JB കൊച്ചി കമ്മീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് എന്താണ്, ഈ കമ്മീഷന് പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യം ഒരു സർവേ രൂപത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായ അംഗങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 70-80% പേർക്കും അറിയില്ലായിരിക്കാം ഈ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്. അപ്പോൾ ഒരു കമ്മ്യൂണൽ ലിറ്ററസി, ഞാനൊരു വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൽ സമുദായ അംഗങ്ങൾ ഒരു പിന്നോക്കം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അതിനെപ്പറ്റി കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാൻ, അല്ലെങ്കിൽ സമുദായം നേരിടുന്ന വിഷയങ്ങൾ, കാലികമായിട്ടുള്ള വിഷയങ്ങൾ, അത് എന്താണ് പരിഹാര മാർഗങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അത്തരത്തിലുള്ള ഒരു ചിന്തകളിലേക്ക് സമുദായ അംഗങ്ങൾ പോകുന്നതിൽ ഒരു പരാജയം സംഭവിക്കുന്നുണ്ടോ? ആ നിസ്സംഗത മനോഭാവം ഇന്നത്തെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ദുരവസ്ഥയ്ക്ക് എത്രത്തോളം ഒരു ഘടകമാകുന്നുണ്ട് ഫാദർ സെബിൻ തൂമുളി? തീർച്ചയായും നിസ്സംഗത മനോഭാവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം ഈ സമുദായത്തെ നയിക്കാൻ, അല്ലെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തെ നയിക്കാനുള്ളത് പുരോഹിതരാണ് എന്നൊരു ചിന്തയുണ്ട്. എല്ലാ കാര്യങ്ങളിലും പുരോഹിതൻ ഇടപെട്ടുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഒരു കാര്യം, ഞാനൊരു വൈദികൻ എന്ന നിലയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സഭാ അംഗങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താ? ഞങ്ങളുടെ അച്ഛന്മാരും ഞങ്ങളുടെ മെത്രാന്മാരും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. നേരെ മറിച്ച് ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അച്ഛനും മെത്രാനും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് എത്രമാത്രം പിന്തുണ സഭാ അംഗങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും നെറ്റി ചുളിഞ്ഞേക്കാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇത്ര മാത്രമാണ്, ഈ സഭയിലെ അംഗങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് വൈദികർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രതിസന്ധി. അത് പരിഹരിക്കപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് 1918 കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദ്യ രൂപം ഇവിടെ ജന്മമെടുക്കുമ്പോൾ അന്ന്
വൈദികരും അൽമായരും ഒരുമിച്ച് ഈ സമുദായം നേരിട്ടിരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടിതരായിട്ട് ഇറങ്ങി. അന്ന് പുരോഹിതരും നേതാക്കളായിട്ടുണ്ടായിരുന്നു, അൽമായരുടെ ഇടയിൽ നിന്നും സാമുദായ നേതാക്കൾ ഉണ്ടായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ എന്ത് സംഭവിച്ചു? നമ്മൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ അൽമായ നേതൃത്വം അവരുടേതായിട്ടുള്ള ഇടങ്ങളിലേക്ക് ചുരുങ്ങി അല്ലെങ്കിൽ ചുരുക്കപ്പെട്ടു എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തീർച്ചയായും പുരോഹിതരും അൽമായ നേതൃത്വവും ഒരുപോലെ ഒരേ മനസ്സോടുകൂടെ മുന്നിട്ടിറങ്ങി ഈ വിഷയങ്ങളെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. നമുക്ക് നിസ്സംഗത വെടിഞ്ഞേ തീരൂ. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഒരു സിറ്റിംഗ് നടന്നപ്പോൾ ഞാൻ താമരശ്ശേരി രൂപതയിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസ്സിലെ 60ഓളം അംഗങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ സിറ്റിങ്ങിന് പോകുമ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും അധികം ആളുകൾ ഒരു ന്യൂനപക്ഷ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ പങ്കെടുത്തത്. ബഹുഭൂരിപക്ഷവും പ്രബല ന്യൂനപക്ഷത്തിലെ അംഗങ്ങളാണ്. അവിടെ ഏകദേശം 12ഓളം വിഷയങ്ങൾ ഞങ്ങൾ എണ്ണി ചോദിച്ചപ്പോൾ അവർ പ്രകടിപ്പിച്ച അസ്വസ്ഥത ഞങ്ങൾ കണ്ടതാണ്. അവർക്ക് ഉത്തരം പറയാനില്ലാതിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ കണ്ടതാണ്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് ശബ്ദിക്കാൻ നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം. കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഈ വിഷയങ്ങളിൽ ഉണ്ടാകണം. നമ്മളുടെ അംഗങ്ങൾ, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ കൂടി നടത്തണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇന്ന് പത്രത്തിൽ വാർത്ത വന്നിരിക്കുകയാണ്, മുഖ്യമന്ത്രിയോട് ചേർന്ന് ഒരു സംഘം JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മീറ്റിംഗ് കൂടി. ചോദ്യം ഇതാണ്, അതിൽ എത്ര ക്രിസ്ത്യൻ നാമധാരികൾ ഉണ്ടായിരുന്നു? ഒരാളെങ്കിലും ഉണ്ടോ? ക്രിസ്ത്യാനികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ മീറ്റിംഗ് കൂടുന്നത്. ക്രിസ്ത്യാനിയുടെ ആവശ്യത്ത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലും ഉൾപ്പെടുത്താതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ചർച്ച നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. ന്യൂനപക്ഷ ക്ഷേമ എന്ന പേരിൽ വലിയ രീതിയിൽ തുക നീക്കി വെച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഈ അടുത്ത കാലത്തെങ്കിലും നടപ്പിലാക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്ന് ഈ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കാരണം ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു പദ്ധതിയും നടപ്പിലാക്കാനോ അതിനുവേണ്ടി തുക മാറ്റിവെക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുകയാണ്. നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾക്ക് സാമുദായിക സംഘടിതത്വമില്ല എന്നുള്ളതും, നമ്മളിൽ പലരും ഇപ്പോഴും രാഷ്ട്രീയ അടിമകളായിട്ട് തുടരുന്നു എന്നുള്ളതും, നമ്മളുടെ നിസ്സംഗത നമ്മളെ അറിവില്ലാത്തവരും പ്രതികരണശേഷിയില്ലാത്തവരുമാക്കി മാറ്റുന്നു എന്നുള്ളതുമാണ്. തീർച്ചയായിട്ടും അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം ഒരു ശക്തമായിട്ടുള്ള മാറ്റമായിട്ട് തീരട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ വിഷയങ്ങളെ പറ്റി വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള വളച്ചുകെട്ടാതെയുള്ള മറുപടികളാണ് ഫാദർ സെബിൻ തുമ്മുളിൽ നൽകിയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പുറമേ നിന്നും സമുദായം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ തുല്യമായിട്ടുള്ള രീതിയിൽ സമുദായത്തിൻ്റെ ദുരവസ്ഥയ്ക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം സമുദായ അംഗങ്ങളുടെ ഒരു നിസ്സംഗത മനോഭാവമാണ് സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും ഇത്തരം മേഖലകളിൽ ഒരു പരിഹാരം കൂടിയേ തീരൂ. അല്ലെങ്കിൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ അധികം നേരം വേണ്ട. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ ക്രൈസ്തവ സമുദായം എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ വരും തലമുറകൾ പോകാതിരിക്കട്ടെ. അങ്ങനെ പോകാതിരിക്കുവാനുള്ള ഇച്ഛാശക്തിയും ജാഗ്രതയും മുൻകരുതലും അതുമായി ബന്ധപ്പെട്ട നടപടികളും സ്വീകരിക്കുവാൻ ഇവിടുത്തെ സമുദായ നേതൃത്വത്തിന് ആകട്ടെ, സമുദായ അംഗങ്ങൾക്കാകട്ടെ എന്ന വ്യക്തമായ ഓർമ്മപ്പെടുത്തലോടെ വളച്ചുകെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ സെബിൻ തുമ്മുളിൽ അങ്ങേക്ക് നന്ദി.